സഹകരണ സംഘങ്ങളിലും സഹകരണ ബാങ്കുകളിലും ഇനി മുതൽ ചിട്ടിയില്ല എന്നൊരു വാർത്ത പത്രങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും പരക്കുന്നുണ്ട്. എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം? സഹകരണ രജിസ്ട്രാറിന്റെ പുതിയൊരു സർക്കുലർ വന്നിട്ടുണ്ട്. ആ ഒരു സർക്കുലറിനെ ചുറ്റിപ്പറ്റിയാണ് ഈ പല വ്യാഖ്യാനങ്ങളും നടക്കുന്നത്. എന്താണ് ചിട്ടി? 1982 ചിറ്റ്സ് ഫണ്ട് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ചിട്ടികളെ നിയന്ത്രിച്ചിരിക്കുന്നത്. 2012 മുതൽ കേരളത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. കേരള സർക്കാർ അതിന്റെ നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ നിയമങ്ങൾ വരുത്തുകയും 2012 ജൂൺ 5 മുതൽ കേരളത്തിൽ നിലവിൽ വരികയും ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷൻ വകുപ്പിനാണ് ചിട്ട് ഫണ്ടുകളുടെ രജിസ്ട്രേഷനും മറ്റ് നടത്തിപ്പിനുമുള്ള അനുമതി നൽകാനുള്ള അധികാരം. ചിട്ടി തുടങ്ങുന്നതിന് മുമ്പേ അതിന്റെ പ്രൊസീജിയറും ഫീസുകളും എല്ലാം അടച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്നാണ് അനുമതി നൽകേണ്ടത്. KSFEയും മറ്റ് പ്രൈവറ്റ് ചിറ്റ് ഫണ്ടുകളും ഈ ഒരു നിയമത്തിന്റെ കീഴിലാണ് ചിട്ടികൾ നടത്തി വരുന്നത്. എന്നാൽ സഹകരണ സംഘങ്ങളിലെയും ബാങ്കുകളെയും GDCS, MDS എന്നീ നിക്ഷേപ പദ്ധതികൾ നടത്തി വരുന്നത് ഈ ഒരു ആക്ടിന് കീഴിലല്ല. സഹകരണ സംഘങ്ങളിൽ വരുന്നത് ചിട്ടിയല്ല, ചിട്ടി എന്നൊരു വിളിപ്പേര് മാത്രമായി അറിയപ്പെടുന്നതാണ്. സഹകരണ സംഘങ്ങൾ ഇതൊരു സമ്പാദ്യ രീതി മാത്രമാണ്, അല്ലെങ്കിൽ സമ്പാദ്യ പദ്ധതി എന്ന നിലവിലാണ് ഈ ഒരു പദ്ധതി നടക്കുന്നത്. എന്നാൽ പണ്ട് മുതലേ ഉള്ളൊരു വിളിപ്പേര് മൂലം ചിട്ടികൾ എന്നുള്ള ചിട്ടി എന്നൊരു വിളിപ്പേര് ഇതിന് വന്നു ചേരുകയാണ് ഉണ്ടായത്. എന്നാൽ GDCS, MDS എന്ന പേരുകളിലാണ് സഹകരണ സംഘങ്ങളിലും ബാങ്കുകളിലും ഈ ഒരു പദ്ധതി അറിയപ്പെടുന്നത്. അതായത് GDCS എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഡിപ്പോസിറ്റ് ആൻഡ് ക്രെഡിറ്റ് സ്കീം എന്നാണ്. അതായത് ഒരു നിക്ഷേപ പദ്ധതി തന്നെയാണ് സഹകരണ സംഘങ്ങളിൽ ചിട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിളിപ്പേരിൽ അറിയപ്പെടുന്ന MDS മന്ത്ലി ഡിപ്പോസിറ്റ് സ്കീമാണ്. മാസാമാസം നിശ്ചിത തുക ഡിപ്പോസിറ്റ് ആയി വരികയും അതിൽ നിന്ന് ഫണ്ട് എടുത്ത് ഒരാൾക്ക് നൽകുകയും ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിയാണ് ഈ ഒരു നിക്ഷേപ പദ്ധതി. പണ്ട് മുതൽക്കേ പ്രൈവറ്റ് ചിട്ടി സ്ഥാപനങ്ങൾ സഹകരണ സംഘങ്ങളിലെ ചിട്ടികൾ ചിറ്റ് ഫണ്ട് ആക്ടിന് കീഴിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞ് ധാരാളം വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെയുള്ള ഒരു മറുപടി തന്നെയായിട്ടാണ് ഈ ഒരു സഹകരണ സംഘം രജിസ്ട്രാറിന്റെ ഈ പുതിയൊരു സർക്കുലർ. ഈ ഒരു സർക്കുലറിലൂടെ ഇതിനെല്ലാം ഒരു ഏകീകൃത ഒരു രൂപം വരുത്തുകയാണ് ചെയ്യുന്നത്. അതായത് സഹകരണ സംഘങ്ങളിൽ പല രീതിയിൽ പലയിടത്തും MDS എന്നും GDCS എന്ന പേരിലാണ് ഈ ഒരു നിക്ഷേപ പദ്ധതി നടന്നു വരുന്നത്. എന്നാൽ ഇവയെല്ലാം കൂടി ഒറ്റ പേരിലേക്ക് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ ഒരു ഏകീകൃത രീതിയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സഹകരണ സംഘങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന GDCS എന്ന പേരിലുള്ള ഈ പ്രതിമാസ നിക്ഷേപ പദ്ധതി ഇനിയും നടന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അതിൽ വേറൊരു മാറ്റവുമില്ല. ഇതിന്റെ ഒരു പേരിൽ വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് സഹകരണ സംഘങ്ങളിൽ ഇനി മുതൽ ചിട്ടിയില്ല എന്നൊരു വ്യാജ പ്രചരണം നടത്തി വരുന്നതും. ഇതിന്റെ കണക്കും മറ്റു കാര്യങ്ങളിലുള്ള ഏകീകൃതമായിട്ടുള്ള ഒരു രീതി കൂടെ ഇതിന് വന്നിരിക്കുകയാണ്. ഈ രണ്ട് മാറ്റങ്ങളാണ് പ്രധാനമായും ഈ ഒരു സർക്കിളിന് പിന്നിൽ വന്നിരിക്കുന്നത്. കേരളത്തിലുടനീളമുള്ള സഹകരണ സംഘങ്ങളിൽ ഏകീകൃതമായ ഒരു ഫോർമാറ്റ് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഏകീകൃതമായ ഒരു പേരും ഏകീകൃതമായ കണക്ക് രീതിയിലുമാണ് ഇനി മുതൽ ഈ ഒരു നിക്ഷേപ പദ്ധതി നടക്കാൻ പോകുന്നത്. ഇനി മുതൽ GDCS, MDS എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ നിക്ഷേപ പദ്ധതികൾ ഇനി മുതൽ MSS എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതായത് പ്രതിമാസ സമ്പാദ്യ പദ്ധതി അഥവാ മന്ത്ലി സേവിംഗ് സ്കീം എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. എന്താണ് ചിട്ടി, എങ്ങനെയാണ് ഒരു ചിട്ടി പ്രവർത്തിക്കുന്നത്, അതിൻ്റെ മറ്റ് കാര്യങ്ങൾ എല്ലാം അറിയാനായിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് കൂടുതൽ മനസ്സിലാക്കാം.